ഒരു ചായ എടുത്തേ. ഞാൻ എടുക്കുന്നു. ഈ അവിശ്വാസം കൊണ്ട് വല്ല ഗുണവും ഉണ്ടോ നാണപ്പാ? എനിക്കിത് കേൾക്കുമ്പോഴാ ചോദ്യം ചോദിക്കരുത്. വരുന്ന തിങ്കളാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ ഉണ്ണാക്കന്റെ തൊപ്പി ഞങ്ങൾ ഏർപ്പിക്കും. പിന്നെ ഈ ഇരിക്കുന്ന ഉൽപ്പലാക്ഷ പോക്കനംകോടിന്റെ പ്രസിഡന്റ്. ഈ നാടിന്റെ ഷേപ്പ് ഞങ്ങൾ മാറ്റും. ഇവിടെ ഒരു പാൽ വിതരണ സൊസൈറ്റി ഉണ്ടാക്കുന്നു. ഞാൻ അതിന്റെ സെക്രട്ടറി ആവുന്നു. എന്ത് പറഞ്ഞാലും സൊസൈറ്റി ഭരണം മാറിയാ പിന്നെ ആദ്യം ഈ നാണപ്പനും ഉൽപ്പലാക്ഷനും കൂടി ഇവിടെ ഒരു ഉൾപാർട്ടി ജനാധിപത്യം സ്ഥാപിക്കും. പോലീസ് എന്താ നാണപ്പാ, പഞ്ചായത്ത് കലങ്ങി പറയുമോ? കലക്കി മറിക്കും. ഞങ്ങളുടെ ഭരണം വന്നാ നിങ്ങൾക്ക് പ്രൊമോഷനാ. 8 പോസ്റ്റ് ഡ്യൂട്ടി ആണെങ്കിലും പാൻറ്റൊക്കെ തരും. എങ്ങനെ ഭരണം കൈവരുമെന്നാ പറയാം. ഭരണകക്ഷിയിലെ ഒരു ശക്തനാ ഇപ്പൊ ഞങ്ങളുടെ കൂടി നീ പുട്ടടിച്ചോണ്ടിരിക്കുന്നത്. ശരിക്ക് തിന്ന്. ഇതുപോലെ കക്ഷികൾ ഇനിയും വേറെ ഉണ്ട് പുട്ടടിക്കാൻ. തിങ്കളാഴ്ചക്കകം മൃഗ ഡോക്ടറെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. ഭരണം ഞങ്ങളെ കയ്യിലിരിക്കും. എന്നാ ഉൽപ്പലാക്ഷനെ പറ്റിൽ 2 ചായ എടുത്തോ കുഞ്ഞനായരെ. ഈ 2 മുട്ടുകൂടി എടുത്തോ? ഒന്ന് മധുരം കുറച്ച് കൊട് തിന്ന് കൊഴുക്കട്ടെ. എന്താണ് ആ നാണപ്പൻ ചെയ്ത് അതിക്രമമായി? നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വനിതാ മെമ്പർ അടക്കം 6 പേരെ അവൻ ചാക്കി കയറ്റിയിരിക്കുന്നത്. ആ വനിതാ മെമ്പറെ എങ്കിലും നമുക്ക് ഇങ്ങോട്ട് പിടിച്ചുകൂടായിരുന്നു കുറുപ്പേ. അതിനെ അവർ നിന്ന് തരണ്ടേ? നമ്മൾ ചാക്ക നിവർത്തുന്നതിന് മുമ്പ് അവര് കൂറുമാറി. സാരി മാറുന്ന പോലാണല്ലോ കുറുപ്പേ അവള് കൂറുമാറുന്നത്. ഇനിയിപ്പോ നമ്മുടെ അവസ്ഥ എന്താ? അവിശ്വാസം വന്നാൽ നമ്മൾ തെറിക്കും. ഇല്ല, ഞാനത് സമ്മതിക്കല. അയ്യോ എന്ന് പറഞ്ഞാ പറ്റൂ? പറ്റണം. ഞാൻ തെറിച്ചാ താനും തെറിക്കും. താൻ കട്ട് നിന്നതിന്റെ കണക്കൊക്കെ അവന്മാര് കുത്തിപ്പോക്കും. അയ്യോ എന്താ അയ്യോ? ഇവിടെ കിടന്ന് നിലവിളിച്ചോണ്ട് കാര്യമായോ? വകുപ്പ് മന്ത്രിക്ക് കാശ് കൊടുത്തിട്ടായാലും വേണ്ടിയല്ല, എവിടുന്നേലും തിങ്കളാഴ്ചക്ക് മുമ്പ് മൃഗ ഡോക്ടറെ ഇവിടെ എത്തിക്കണം. പറഞ്ഞപ്പോ എളുപ്പം തീർന്നു. പക്ഷെ ഇതിനൊക്കെയുള്ള പണച്ചിലവാരി വഹിക്കും. പഞ്ചായത്തിൽ നിന്ന് വഹിച്ചൊന്നും മിച്ചമില്ലേ കയ്യിലെ? പണം എത്ര വേണേലും മുടക്കാം. പഞ്ചായത്തിലുണ്ടെങ്കിൽ പഞ്ചായത്തിൽ നിന്ന്, എന്റെ കയ്യിൽ നിന്നെങ്കിൽ എന്റെ കയ്യിൽ നിന്ന്. താൻ ഇന്ന് തന്നെ പുറപ്പെടണം. ഇന്ന് തന്നെ പോണം. കുറുപ്പേ, മരിക്കുമ്പോഴും എനിക്ക് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് തന്നെ മരിക്കണം. അതെന്റെ ഒരു വാശിയാ. അത് മുടക്കരുത്. അവിശ്വാസം വരുന്നതിന് മുമ്പ് മൃഗ ഡോക്ടർ ഇവിടെ എത്തണം. എന്നെ തോപ്പിക്കരുത് കുറുപ്പേ. ഏതവനട ഈ കളിയാക്കുന്നത്? ഇത് പഞ്ചറായല്ലോ. ഇപ്പൊ 3 പ്രാവശ്യമായല്ലോ ഞാൻ പഞ്ചർ ഒട്ടിക്കണത്. കുറുപ്പ് സാറോ? അയ്യോ അയ്യോ ഞാൻ ഓഫീസിൽ പോണ്ടതാ. എന്നതാ കാണിച്ചേ? എന്താ ഭൈരവ, ഓർമ്മയുണ്ടോ? പിന്നെ സാർ എങ്ങനെ ഇവിടെ എത്തി? തന്നെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഞാൻ പെട്ട പാട്. 2-3 പ്രാവശ്യം ഞാൻ ഇതിലെ പോയതാ. അത് ശരി. ഞാൻ സിനിമ കാണാൻ പോയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. സിനിമയ്ക്ക് പോക്കെ കേപ്പ തുടങ്ങി. എന്റെ കുറുപ്പ് സാറേ, ഇന്ന് മോഹൻലാലിന്റെ ഒരു പടം റിലീസായി. നാളെ മമ്മൂട്ടി പടം റിലീസ് ഉണ്ട്. മോഹൻലാലിനെ മമ്മൂട്ടിയൊക്കെ അത്രക്ക് ഇഷ്ടം? അയ്യടാ, അവരെ ഇഷ്ടപ്പെടാൻ അവരെന്താ എന്റെ അളിയന്മാരാ. എന്റെ കുറുപ്പ് സാറേ, റിലീസിംഗ് ഡേറ്റില ഈ തിയേറ്ററിൽ നിന്ന് 2 സൈക്കിൾ അടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കൊണ്ടുവന്ന കുട്ടന്മാരാണ് ഇവരൊക്കെ. ഈ പമ്പ് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാ. വന്ന കാര്യം പറ. ഞാൻ നിനക്കൊരു പുതിയ ജീവിതമായിട്ട് വന്നിരിക്കേണ്ട ഭൈരവ. പുതിയ ജീവിത ഇതിനകത്താ? നോക്കട്ടെ. അതൊന്നുമല്ല, അതെല്ലാം ഞാൻ വിശദമായി പറഞ്ഞുതരാം. വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ. ഒരു മൃഗ ഡോക്ടർ ഇല്ലാന്ന് വെച്ച്
നാട്ടിൽ ഇത്രയും വലിയ കലാപമൊക്കെ ഉണ്ടാവൂ? അതാണ് ഭൈരവ പോക്കണംകോട്. പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പോഴെ, തലക്ക് വെളിവില്ലാത്ത കുറെ മെമ്പർമാര്. എന്തായാലും തനിക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എനിക്ക് എന്ത് പ്രശ്നം? എന്ത് കുലുമാരുണ്ടായാലും ഭൈരവൻ തടിയൂരും. എന്തായാലും മൃഗഡാക്ടർ ആവുമ്പോ ഒരു തയ്യാറെടുപ്പൊക്കെ വേണ്ടേ? താൻ അലോപ്പതിയിലേ കളിച്ചിട്ടുള്ളൂ. അലോപ്പതി ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, മർമാണി ഉണ്ട്, ഇനി വേറെ ചിലതൊക്കെ ഈ പെട്ടിക്കകത്തുണ്ട്. ഇതാ, ഇത് ഞാൻ മഞ്ചേരിയിൽ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് വാങ്ങിച്ചൊരു സാധനമാണ്. ഇതാ, ഇത് ചാവക്കാട് ഞാൻ ഡോക്ടറായപ്പോൾ വാങ്ങിയിട്ടുള്ള കൊച്ചു ഉപകരണം. ഇത് ഞാൻ കരുനാഗപ്പള്ളിയിൽ വികാരിയച്ഛനായിട്ടുള്ള സമയത്തുള്ള ലോഹയാണ്. അങ്ങനെ പല സംഭവങ്ങളും ഈ പെട്ടിക്കകത്തുണ്ട്. നിങ്ങൾക്ക് ഒഴിവുണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം. വേണ്ട വേണ്ട വേണ്ട, അത് പിന്നെ എനിക്ക് വിശ്വാസമില്ലേ. അപ്പോ എന്നെ വിശ്വാസം ഉണ്ടല്ലേ? ആ, ദൈവസഹായം കൊണ്ട് കള്ളത്തരം എന്റെ ജന്മവാസനയാണ്. പക്ഷെ പണം വേണം. പണം എത്ര വേണമെങ്കിലും ശരിയാക്കാം. സർക്കാരിൽ നിന്ന് കിട്ടുന്ന പണമൊക്കെ നമുക്ക് വെട്ടിച്ച് വീതിക്കുകയും ചെയ്യാം. വീതിച്ച് കളിക്കൊന്നും വേണ്ട, അതങ്ങനെ ഇങ്ങോട്ട് തന്നാ മതി. ആ, ഇങ്ങനത്തെ ഒരെണ്ണം എടുത്തോ. ഇങ്ങനത്തെ തന്നെ ഒരെണ്ണം എടുത്തോളാൻ. തന്റെ അച്ഛന്റെ ഒന്നും അല്ലല്ലോ. എന്തായാലും ആരും പറ്റിച്ചോണ്ടെന്ന് കാശത് ഉറപ്പാ. രസീറ്റാ ഉണ്ടാവില്ല. ഓ ഈശ്വര സമാധാനായി. ഈശ്വര സമാധാനായി എന്നല്ല പറയേണ്ടത്, ഭൈരവ സമാധാനായി എന്ന് പറഞ്ഞു പഠിക്ക്. ഒക്കെ പറഞ്ഞതുപോലെ ധൈര്യമായിട്ട് പൊക്കോളൂ. അടുത്ത തിങ്കളാഴ്ച രാഹുകാലം കഴിഞ്ഞ് ഞാൻ അവിടെ എത്തും. ഭൈരവനല്ല, ഡോക്ടർ പശുപതി. പോക്കണംകോട്ടെ പക്ഷിമൃഗാദികളുടെ സംരക്ഷകനായി ഒരു ദൈവദൂതനെ പോലെ പറഞ്ഞു വരുന്ന ഡോക്ടർ പശുപതിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണിക്കണ്ണൻ നായരുടെ അധ്യക്ഷതയിൽ വമ്പിച്ച സ്വീകരണം. ഇന്ന് കൃത്യം 10 മണിക്ക് പോക്കണംകോട് മൈതാനത്ത് ഇന്ന് കൃത്യം 10 മണിക്ക്. കണ്ടില്ലേ അലങ്കാരങ്ങൾ? പ്രസിഡന്റിന്റെ അധികാര ദുർവിനിയോഗം. ഇയാളൊരു മഫനാണ്. അതങ്ങനെ, ഇവന്റെ അമ്മാവനല്ലേ? 10 ഗുണം 10 ഗുണം. ഇംഗ്ലീഷുകാരൻ അതാ പറഞ്ഞത്. 10 commandments. നേതാവ് തമാശ ബാല, ഒരു ചൂട്ട് വാങ്ങണം. എന്തിന്? യോഗത്തിന് ആന വരുമ്പോ അത് കത്തിച്ച് ആനയുടെ ആസനത്തിൽ വെച്ചു കൊടുക്കണം. അത് ഇവിടെ എല്ലാം ഓടി യോഗം കലക്കും. നേതാവ് മണ്ടത്തരം പറയരുത്. നമ്മുടെ ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. നേതാവും ഈ കൂട്ടത്തിലുണ്ടെന്ന് ഓർമ്മിച്ചോണം. വേണ്ട വേണ്ട വേണ്ട. എന്താടാ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലേ? എന്താ ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നം? പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനി പ്രശ്നങ്ങളാണെങ്കിൽ ഉണ്ടാക്കാം. നേതാവേ, ആവേശം വേണ്ട, ആവേശം വേണ്ട. ഞങ്ങൾ ചായ കുടിക്കാൻ വന്നതാണ്. സാറ് നിഷ്പക്ഷത പാലിക്കണം, ഇല്ലെങ്കിൽ എന്റെ രക്തം വണ്ടി ആരടാ പ്രതിപക്ഷത്തെ തറപറ്റിച്ചത്? മണ്ഡലം വിളിച്ചു പോയി അടിച്ചതിന്റെ തലമണ്ണ പൊട്ടിക്കും ഞാൻ. എന്താ പ്രതിപക്ഷത്തിന്റെ മുഖച്ചായക്ക് മങ്ങലേൽപ്പിച്ചാൽ പഞ്ചായത്തിന് തീ വയ്ക്കും. വീട്ടിൽ പോടാ. വീട്ടിൽ പോ. അച്ഛൻ മണി താഴെ നോക്കണം. എവിടെയാ മൃഗഡാക്ടർ? അഭിമാനമായി മാറാൻ പോകുന്ന മൃഗഡോക്ടർ പശുപതി ജനകാഭിലാഷം പൂർത്തീകരിക്കുവാൻ മൃഗഡോക്ടർ പശുപതി ഇതാ പോക്കണംകോടിനെ ലക്ഷ്യമായി മന്ദം മന്ദം ആഗതനായി കൊണ്ടിരിക്കുന്നു. ഇതാ മൃഗഡോക്ടർ പശുപതി പോക്കണംകോട്ട് എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു.
എന്തിനാ പിന്നെ വിളിക്കാൻ ശ്രദ്ധിക്കുണ്ടാൻ പോന്നേ? സോഡ എടുത്തോളൂ എടുത്തോളൂ അടങ്ങ്. ആ ചോപ്പ ഷർട്ടിലിരിക്കുന്ന അവനൊരു രാജ്യദ്രോഹിയാ. പ്രശ്നം ഉണ്ടാക്കരുത്. ഇത് പോടെ. ബൈക്ക് ആ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, സ്നേഹിതരെ, യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി കുമാരി UDC-യുടെ ഈശ്വര പ്രാർത്ഥന UDC ക്ഷണിച്ചു കൊടുക്കും. കാലുമ ചവിട്ടല്ലേ? ഓ ഓ ഹരിതമനോജ്ഞമാം പൂക്കണം കോട്ടിൽ ഇരുകാലികൾ നാൽക്കാലികൾ വലയുന്ന നാട്ടിൽ വന്നെത്തി പശുപതി പരിപാലകനായി മൃഗഡോക്ടർ തവ പാദം കൈവേണം നീ. ഏതായി കുട്ടി? ഇവിടുത്തെ UDC-യാ, നല്ല കുട്ടിയാ. ഹരിതമനോജ്ഞം വേണ്ടേ? അത് പറ്റില്ല. UDC പാടാൻ അനുവദിക്കണം. അതെ, പാടാൻ അനുവദിക്കണം. മതി. ഇവിടെ തരുന്നോ. ഇങ്ങോട്ട് മാറ്റി. അടുത്തതായി എന്റെ അധ്യക്ഷ പ്രസംഗമാണ്. എനിക്ക് പറയാനുള്ളത് ഞാൻ അവസാനം പറഞ്ഞോളാം. ഓടാ. അടുത്തതായി ഡോക്ടർ പശുപതിയെ ക്ഷണിച്ചുകൊള്ളുന്നു. Ladies and gentlemen, Mr. Panchayat President, Mrs. Panchayat President, other VIPs, welcome you to all. Sorry ട്ടാ, ഞാനൊരു നിമിഷം മലേഷ്യയിലാണെന്ന് വിചാരിച്ചു പോയി. തെറ്റ് എന്റെ ഭാഗത്താണ്. ഞാൻ നിങ്ങളുടെ ഭാഷയിൽ തന്നെ നിങ്ങളോട് സംസാരിക്കാം. ഞാൻ ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ തലകുനിക്കുന്നു. കുട്ടികളെടുക്കട്ടെ, എന്നെ വലിയ എടുക്കാം. എന്താ ഈ ഇന്ത്യൻ പോലീസിന് പെരുമാറുന്നത്? പറയൂ. മലയായിൽ 5 കൊല്ലത്തോളം ഉണ്ടായിരുന്ന ഞാൻ ഇന്ത്യയിൽ തിരിച്ചെത്തിയതിൻ്റെയും ഈ പോക്കണം കൂടെ വന്നതിൻ്റെയും പിന്നിൽ ഒരു കഥയുണ്ടെന്ന് വ്യസന സമേതം അറിയിച്ചു കൊള്ളട്ടെ. കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു ആ ദുരന്തം. എൻ്റെ അച്ഛൻ ആറ്റുനൂറ്റ് വളർത്തിയ ഒരു അൾസേഷനായി പെട്ടെന്ന് നിര്യാതനായി. ആ ആഘാതത്തിൽ അച്ഛന് ഹൃദയസ്തംഭനമുണ്ടായി. മരണക്കിടക്കയിൽ വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞു, പശുപതി, നീ നിന്റെ ജീവിതം മൃഗങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വയ്ക്കൂ. അന്ന് തുടങ്ങിയതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഈ ജീവിതം. ഡോണ്ട് പ്ലേ ബോയ്സ്, അലമുണ്ടാക്കലടാ. മൃഗീയ പഠനത്തിനായി ഞാൻ ന്യൂജേഴ്സിയിൽ പോയി. വെറ്റനറി സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടി. അതിനുശേഷം മലയായിൽ പെറാക്, ജോഹോർ, കെഡ, കെലന്താർ, നെഗ്രി, സെമ്പിലാൻ, പഹാങ് എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു. മലേഷ്യക്കാരും ഇന്ത്യക്കാരും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. അവർ കൂടുതൽ ഇന്റലിജന്റ് ആണ്. അതൊരു വാക്ക് നിൽക്കട്ടെ. ചികിത്സ ഇന്ന് എനിക്കൊരു മാനസിക രോഗമാണ്. ഞാൻ ചികിത്സിക്കുന്ന ഓരോ പട്ടിയിലും പൂച്ചയിലും പശുവിലും പോത്തിലും ഞാൻ എൻ്റെ അച്ഛൻ്റെ മുഖം കാണുന്നു. മിണ്ടാതിരിക്കട്ടെ ചെറ്റ പട്ടി തെണ്ടികളെ. ഇനി ആ അമ്മയ്ക്ക് വിളിക്കൂട്ടോ. എന്ത് ജീവനൊന്നും അച്ഛനമ്മയല്ലേ? സഹോദരന്മാരെ, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഈ പോക്കണംകോട് പഞ്ചായത്ത് ശരിയാക്കി തരാം. അല്ലെങ്കിൽ എന്നത് ഇങ്ങനെ 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 വിളിച്ചോ. ഞാൻ പറയുന്നത് ഇവരോട് ഏറ്റു പറയാൻ പറഞ്ഞു. പറയുന്ന എല്ലാരും ഏറ്റു പറയണം. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരീ സഹോദരന്മാരാണ്. എന്റെ ഹൃദയം പോക്കണം കോടിന് വേണ്ടി തുടിക്കുന്നു. തുടിക്കട്ടെ, തുടിച്ചുകൊള്ളട്ടെ. ജയ് ഹിന്ദ്. നമസ്കാരം.